എന്റെ മോക്ക് വയ്യാതെ കിടക്കുക എന്നിട്ട് നിന്റെ മോള് ചത്തോ ചത്തിട്ടാണോ നീ ഇത് വീഡിയോ ഇടാത്തത്? അപ്പൊ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് അങ്ങ് ട്രിഗർ ആയി. എനിക്ക് റിപ്ലൈ പറയാനും തോന്നുന്നില്ല, ഒന്നും തോന്നാത്തൊരു വല്ലാത്തൊരു വേദനയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൂടെ സീസൺ 4 കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൂറ് പോയി നമുക്കെതിരെ സൈബർ അറ്റാക്ക് തുടങ്ങി. സീസൺ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് സീസൺ ആയിരുന്നു. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി അതുണ്ട്, നമ്മൾ റിവ്യൂ പറയുന്നുണ്ട് ഭയങ്കര പേഴ്സണൽ അറ്റാക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ടൊരു വിഷമമായിരുന്നു ആ സീസൺ. എങ്ങനെയാ അമ്മ ഫോട്ടോ എടുക്കുന്നത്, എങ്ങനെയാ അമ്മ പോസ്റ്റ് ചെയ്യുന്നത്? ഒരു സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് എനിക്കറിയാം, പേഴ്സണലി അറിയാം. പക്ഷെ ആളങ്ങനെയല്ല, ഞാൻ അറിയുന്ന ആളങ്ങനെയല്ല. പക്ഷെ ഷോയ്ക്കകത്ത് ഞങ്ങൾ വിചാരിച്ചു കേറുമ്പോ തകർത്ത് ഫേക്ക് ആയിരുന്നു പുള്ളിയുടെ സ്വഭാവം അതിനകത്ത് എടുത്തിരുന്നെങ്കിലല്ല പുള്ളി ടോപ്പ് ആയനെ ടോപ്പ് 5 ഉറപ്പായിട്ട് വരേണ്ട ആളാണ്. അവൻ രാജാവായിക്കോട്ടെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് 100 ദിവസം ശമ്പളം മേടിച്ച് എല്ലാ ദിവസവും ശമ്പളം മേടിച്ച് വരാനാണെങ്കിൽ പോവാതിരിക്കണം നല്ലത്. 10 ദിവസമെങ്കിൽ 10 ദിവസം പുലിയായിട്ട് നിന്ന് പോവാ. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിയ ഒരു ഷോ ആണ് പ്രത്യേകിച്ച് രജിസ്ട്രാറിന്റെ സീസൺ 2. ഓഫ് കോഴ്സ് സീസൺ 2 ഇസ് ദ ബെസ്റ്റ്. പക്ഷെ ആസ് ആൻ ഓഡിയൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരു 4-5 കാര്യങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞു, ഓഡിയൻസും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യും, കാര്യം ഉറങ്ങി ചാവയാണെന്നുള്ള രീതിയിൽ. ഏതെങ്കിലും ആർമി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ? നിരന്തരം ആർമികളായിട്ട് അടിയാണ് ഞാൻ, ഫൈറ്റ്. എന്നിട്ട് ഞാൻ പോയിട്ട് ആർമി. ഏതെങ്കിലും ആർമി ഗ്രൂപ്പ് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എന്റെ വീഡിയോസ് കണ്ടിട്ട് ആരും ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. കാര്യം എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി റിവ്യൂ പറയണം. അയാൾ ഇനി വെള്ളം പൂശണ്ടേ എന്നുള്ള രീതിയിലും അയാളാണെങ്കിൽ ഒടുക്കത്തെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടാരം ഒരുപാട് തെറ്റുകൾ ചെയ്തും കൂട്ടണേ ഇല്ല, ഞാൻ അയാളെ വെള്ളം. ഈ ബാക്കി റിവ്യൂവേഴ്സ് ആയിട്ടൊക്കെ ഇപ്പം ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കാറുണ്ടോ? ബാക്കി വാളെടുത്ത് യുദ്ധമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന നമ്മൾ ഫൈറ്റ് ചെയ്ത് വേറെ ഒരു പണിയില്ലായിരുന്നു, വെറുതെ അറ്റാക്ക് ചെയ്യാം. 100 ദിവസം ഉറങ്ങാതെ ഇരിക്കണം, അതിനുള്ള റിവ്യൂ ഇടണം. ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ ചോദിക്കാണ്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് അതിനുള്ള? ഞാൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നു, അപ്പോഴാണ് പെട്ടെന്ന് ലാലേട്ടന്റെ പരസ്യേ എന്താ സം ബിഗ് വരുന്നത്. അപ്പൊ ഞാൻ ബിഗ് അതൊന്നും സാധനം. അപ്പൊ ഞാൻ ഹിന്ദിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. സീസൺ 1 ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ബിഗ് അപ്പൊ ബിഗ് ബോസ് ഒന്ന് അയക്കുമ്പോൾ ഞാൻ സീറ്റിന്ന് ചാടി എണീറ്റ് ബിഗ് ബോസ് മലയാളത്തിൽ. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരാള്, അത് എന്റെ ഹസ്ബൻഡാണ് ഷെബീസ്. വിചാരിച്ചില്ല കേട്ടോ ഇത്ര ഇങ്ങനെ കാണും ഒന്നും. ബെഡ്റൂമിന്റെ താഴെ ഇരുന്ന ഒരു ഷെബീസ് ആണെങ്കിൽ അനി ഇത് വെച്ച് ചെയ്യുന്ന ഒരു ചെറിയ ക്യാമറയൊക്കെ എടുത്ത് തന്നിട്ടാ ശരി താഴെ ഇരുന്ന് വീഡിയോ ഇട്ടു കേട്ടോ. ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് പഫിയോ എന്റെ പൂച്ചേനെയൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി നാളെയും ചെയ്യണം, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തന്ന ഒരു ഇതിലാണ്, സപ്പോർട്ടിലാണ് ഇതിങ്ങനെ വളർന്നു വന്നത്. എന്റെ റിവ്യൂ വേയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓരോ ഇതും മാറി ഇസക്കുട്ടി പ്രിപ്പയർഡ് അല്ലേ? ആണോ? ബിഗ് ബോസ് വരുമ്പോ തുടങ്ങുമ്പോ കാണില്ലേ? കാണുമോ? ഉറപ്പായിട്ടും ലാലേട്ടനെ കാണുമോ? ലാലേട്ടൻ അമ്മ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നോ? കണ്ടില്ലയോ? അമ്മ വീഡിയോ ചെയ്തില്ലേ? ബിഗ് ബോസിന്റെ അടുത്ത സീസൺ ഇപ്പം തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ഇതിന്റെ റിവ്യൂസും ഒപ്പീനിയനും ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതിൽ നമ്മൾ ഏറ്റവും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ് ബിഗ് ബോസ് മല്ലു ടോക്സ്, അതായത് നമ്മുടെ രേവതി ചേച്ചിയുടെ റിവ്യൂ. രേവതി ചേച്ചിയാണ് കൂടെ ഉള്ളത്. വെൽക്കം. ഹലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് തുടങ്ങാറായി. അപ്പം നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഓരോ സീസൺ വരുമ്പോഴും കൂടിയാ വരുന്നത്. അപ്പൊ ഈ സീസൺ എന്തായാലും പൊളിക്കുന്നത് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. അപ്പൊ എക്സൈറ്റഡ് ആണ്. പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഒക്കെ ഇപ്പം കുറച്ച് പ്രൊമോ ഒക്കെ ഇറങ്ങി. ഈ പ്രൊമോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്ത് തോന്നി കഴിഞ്ഞ സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോ? കഴിഞ്ഞ സീസണിന്റെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. കുറെ ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഹിന്റ് ഒക്കെ തന്നിട്ടുള്ള പ്രൊമോ ആയിരുന്നേ. അപ്പൊ ഇപ്രാവശ്യം ഒന്നുമില്ല, എല്ലാം ശാന്തമാണ്. പ്രൊമോസ് ആവശ്യമുള്ള പ്രൊമോ ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും എന്ത് പറ്റിയെന്നുള്ള. എന്നാലും അപ്പൊ ഞാൻ ശാന്തത്തിൽ നിന്ന് മിക്കവാറും യുദ്ധക്കള ആവാനുള്ള ചാൻസ് ഉണ്ട്. മാറ്റി പിടിക്കും മിക്കവാറും ബിഗ് ബോസ്. അതിനുള്ളൊരു മറ്റേ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്ന പോലെയാണല്ലോ. ഇപ്പം ഇത്രയും ഈ 5 സീസണിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ മുതലാണ് കോമണേഴ്സ് വന്നു തുടങ്ങിയത്.
കഴിഞ്ഞ സീസണിൽ പക്ഷെ കോമണർ നമ്മൾ ആ ഷോ തുടങ്ങിയപ്പോൾ മാത്രമാണ് ആരാണ് എന്ന് നമുക്കറിയാം. ഇത് ഇപ്പം പ്രൊമോ പുറത്തു വിട്ടു കോമണേഴ്സ് രണ്ടുപേരുടെ. അപ്പം ഈ കോമണേഴ്സിനെ പറ്റിയൊക്കെ ഒരു റിസർച്ച് ഒക്കെ നടത്തിയിരുന്നോ? കോമണേഴ്സ് ഞാൻ വിചാരിച്ചു കോമണേഴ്സ് കഴിഞ്ഞ സീസൺ പോലെ നമ്മുടെ ഗോപികേനെ വിളിച്ചതുപോലെ വിളിക്കുന്നു, പക്ഷെ ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ആ 2 കോമണേഴ്സിനെ ഒരു ബോയിനെയും കൂടെ എടുക്കായിരുന്നു. ഇനി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷെ 2 ഗേൾസ് ആണ്, കൊള്ളാം. പക്ഷെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഒരു ബോയും കൂടെ എടുക്കാമായിരുന്നു. കാര്യം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, അതിൽ ആൺകുട്ടികൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ എടുക്കാമായിരുന്നു നിന്റെ അത്. അപ്പം ഇവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോ ഈ കോമണേഴ്സിന്റെ? ഞാൻ എന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ആ സമയം ആവാറാവുമ്പോ പറയും. കഴിഞ്ഞ കൊല്ലം ഗോപികേനെ പറഞ്ഞ പോലെ സമയം ആവാറാകുമ്പോ ഈ ഡേറ്റ് ഒക്കെ അടുത്ത് വരുമ്പോഴും ഞാൻ പറയും. അത് കുറച്ച് സമയം കൊടുക്കണമല്ലോ അവർക്ക്, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ കുറച്ച് നമ്മുടെ ലോഞ്ചിന്റെ ആ സമയം ആവുമ്പോ പറയായിരുന്നു. പക്ഷെ ഇക്കൊല്ലം ഞാൻ കിട്ടിയാൽ പറയാമെന്നുള്ള രീതിയിലായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കിട്ടട്ടെ എന്നുള്ള അങ്ങനെ അപ്പോഴാണ് ബിഗ് ബോസ് തന്നെ ഇതാക്കിയത്. ഇത് മാത്രമല്ല ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് അതും കഴിഞ്ഞ സീസൺ വരെയുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറെ പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നു. അത് അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റിലെ ആൾക്കാർ പിന്നീടില്ല. അപ്പൊ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് നോർമലി എങ്ങനെയാണ് ആൾക്കാർ ശരിക്കും ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നത് തന്നെ? സത്യം പറഞ്ഞാൽ ഞാനത് കൊണ്ടുവന്നത് സീസൺ 3 തൊട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് കൊണ്ടുവന്നത്. അതെനിക്ക് തോന്നുന്നു ഹിന്ദിയിലെല്ലാം ഉള്ളതാണ്, കാര്യം വരാൻ സാധ്യതയുള്ളവരെന്ന് പറഞ്ഞാൽ. പക്ഷെ അത് നല്ലതാണ് എന്ന് വെച്ചാൽ, കാര്യം നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും ചിന്തകളും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആരൊക്കെയാ വരുന്നതെന്നുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാനൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലം വിളിച്ചവരെ അല്ലെങ്കിൽ കോൾ പോയവരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. കാര്യം അവരെയും ചാൻസുകൾ കൂടുതലാണ് അവരെ ഇക്കൊല്ലവും വിളിക്കാൻ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആർട്ടിസ്റ്റുകളെയൊക്കെ. അപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരെ വിളിച്ചിട്ടുമുണ്ട്. ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരെ വിളിച്ചതുള്ളതായിട്ട് കോള് പോയതായിട്ട് അറിഞ്ഞിട്ടുമുണ്ട് ഞാൻ. അപ്പം അതെന്തായാലും നല്ലത് തന്നെയാ. ഒന്ന് ലാലേട്ടൻ കഴിഞ്ഞ കൊല്ലം പ്രൊമോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റുകളൊക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടമാണ്, കാര്യം എല്ലാരും ഒന്ന് ഉണരും സീസൺ വരുന്നതിന് മുന്നേ. ഇപ്പം ഈ സീസൺ തുടങ്ങാറായി. ഇപ്പം കഴിഞ്ഞ സീസൺ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ലൈവ് 3 മണി 4 മണി വരെയൊക്കെ ആയിരുന്നു ഉറങ്ങാതിരുന്ന് ലൈവ് കണ്ടിട്ടൊക്കെ റിവ്യൂ ഇടുമായിരുന്നു. അപ്പം അതിന് ശരിക്കും നമ്മൾ ഈ ബിഗ് ബോസിലോട്ട് കണ്ടസ്റ്റൻസ് പോകുന്ന പോലെ തന്നെ ഇപ്പൊ രേവതി ചേച്ചിക്ക് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാരണം ഇത്രയും ഈ ഒരു 3 മാസത്തോളം 100 ദിവസം ഉറങ്ങാതെ ഇരിക്കണം, അതിനുള്ള റിവ്യൂ ഇടണം. ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ്? പ്രിപ്പറേഷൻ ആദ്യം ഹെൽത്തിന്റെയാണ്. ഈ ആരോഗ്യം ശരിയാക്കി എടുത്തില്ലെങ്കിൽ പണി പാളും. എന്ന് പറഞ്ഞാല് അവരുറങ്ങുമ്പോ ഞാൻ ഉറങ്ങണം, അവരുറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റും. അത് ഒരാൾ ഉറങ്ങാതിരുന്നാൽ പോലും നമ്മൾ ഉറങ്ങാതിരിക്കണം. അപ്പൊ സീസൺ 5 വലിയ പ്രശ്നമില്ല. പക്ഷെ സീസൺ 4 കണ്ണിൽ ഈർക്കിലൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത്. കാര്യം രാത്രിയൊക്കെ ഡിസ്കഷൻ അല്ലെ, നമ്മള് എനിക്ക് ദിൽഷ, റോബിൻ ഇവരുടെയൊക്കെ ഡിസ്കഷൻ വരുന്നത് രാത്രി. ബ്ലസ്ലിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഭയങ്കര പ്രയാസമാണ്. നമ്മളെ ആരോഗ്യം നോക്കണം. ആരോഗ്യത്തിന്റെ കാര്യം ഒരു ഇതാവും. അപ്പൊ അവരെണീക്കുമ്പോ രാവിലെ പാട്ടൊക്കെ കേട്ട് ഞാനും എണീക്കും. അങ്ങനെയായിരുന്നു. ചിലവര് രാവിലെ എണീക്കുന്നതിന് മുന്നേ, പാട്ട് വരുന്നതിന് മുന്നേ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അപ്പോഴേ നമ്മൾ എണീറ്റിരിക്കണം. അപ്പൊ പാടാണ്, എല്ലാവർക്കും പാട് തന്നെയാ ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഉറക്കം എങ്ങനെ മാനേജ് ചെയ്യും ആ ടൈമിൽ? 3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റും പിന്നെ മാക്സിമം. ഈ ഒരു 100 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസത്തേക്ക് ഫുൾ ഉറക്കമായിരിക്കും. കിടപ്പാവാതിരുന്നാ മതി. അതായത് അത്രയ്ക്ക് ഒട്ടും പറ്റത്തില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്തായിരുന്നാലും. രാവിലെയൊക്കെ നല്ല എനർജിയൊക്കെ ആയിരിക്കും. 6 മണിയാകുമ്പോ അതൊക്കെ ഇങ്ങനെ തീർന്ന് അവസാനിക്കും. ഇത്തവണത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള കുറച്ച് പേരുണ്ട്. ജാസ്മിൻ ജാഫർ, ഋഷി, അതുപോലെ മുകേഷ് നായർ, രാധിക നായർ, ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ ഒരു കൺഫേം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. 50% അറിയില്ല നമുക്ക്. പക്ഷെ ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും പറയാൻ പറ്റില്ല. ആര് പോയാലും, ഇപ്പൊ ഞാൻ പോയാൽ പോലും ഞാൻ ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയാലും ഒന്നും നടക്കത്തില്ല. അത് ബിഗ് ബോസ് വീടാണ്. അവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്, നമ്മളെ മാത്രമല്ല ക്യാമറയിൽ എടുക്കുന്നത്, ബാക്കി 10-20 പേരുണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. പിന്നെ നമുക്ക് ഇവരുടെ വ്ലോഗും ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കാം, ജാസ്മിൻ അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയുന്ന, അല്ലെങ്കിൽ മുകേഷ് നായർ ഭയങ്കര കിച്ചണിലായിരിക്കും എന്നൊക്കെ ഇപ്പം ഗ്രൂപ്പിലൊക്കെ മുകേഷ് നായർക്ക് കിച്ചൺ കീഴടക്കാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മുകേഷ് നായർ വേറെ ആയിരിക്കും കളിക്കും, ചിലപ്പോൾ ജാസ്മിൻ വേറെ രീതിയിലായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഇവരുടെ ഉള്ളിൽ ഒരു ഗെയിം, ചിലവർ പറയും ഗെയിം പ്ലാൻ ഒന്നുമില്ല, എന്നാലും കുറെ തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ടായിരിക്കും ഇവരൊക്കെ വരുന്നത്. എങ്ങനെ നിൽക്കണം, ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പല പ്രഡിക്ഷനും പാളിപ്പോയിട്ടുണ്ട് പല ആൾക്കാരുടെയും. ഫസ്റ്റ് സീസൺ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആടാ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിഗ് ബോസ് വരുന്നത്. ഞാൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ലാലേട്ടന്റെ
പരസ്യേ എന്താ സം ബിഗ് വരുന്നത്. അപ്പൊ ഞാൻ ബിഗ് അതെന്തൊന്ന് സാധനം. കാര്യം ലാലേട്ടനാണ് ഇതിന്റെ ആങ്കർ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഹിന്ദിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. സീസൺ 1 ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ബിഗ് അപ്പൊ ബിഗ് ബോസ് ഒന്ന് അയക്കുമ്പോൾ ഞാൻ സീറ്റിന്ന് ചാടി ബിഗ് ബോസ് മലയാളത്തിൽ ഞാൻ അറിയണ പോലും ഇല്ല കേട്ടോ. ഞാൻ റിവ്യൂ പറയുന്നു, ഇവിടെ വന്നിരിക്കുന്നു, ഒന്നും ബിഗ് ബോസ് മലയാളത്തിൽ അപ്പൊ സീസൺ ഞാൻ കണ്ടു. ഞാൻ വോട്ട് ചെയ്തൊരു സീസണാണ്. അത് കഴിഞ്ഞ് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ചാനൽ തുടങ്ങിയ ടൈമില് സെക്കൻഡ് സീസണില് ഈ റിവ്യൂ ഇട്ട് തുടങ്ങി. ആ ടൈമിൽ കിട്ടിയിരുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പൊ നല്ല റീച്ചിൽ നിൽക്കാണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അത്ര റീച്ച് ഉണ്ടാവണമെന്നില്ല. അപ്പൊ കിട്ടിയിരുന്ന റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 4-5 ദിവസം വീഡിയോ ഇടാതിരുന്നു. കാര്യം ഞാൻ ഒന്നും വിചാരിക്കുന്നില്ലടാ. നമുക്ക് കുഞ്ഞു വേറൊരു ചാനലുണ്ട്, വീടിന്റെ രേബൂസ് ഹോം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കുഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ, ഗാർഡനിങ്, അതൊക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞ് ഈ ഒരു ചാനൽ തുടങ്ങാം. റിവ്യൂ ഇഷ്ടമാണ് മനസ്സിൽ. വേറെ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും നോക്കിയിട്ടില്ല. പൈസ കിട്ടും, മറ്റേലൊന്നും വലിയ പൈസയൊന്നും ഇല്ല, ചെറിയ ചാനൽ. അപ്പോഴ് ഒരു വീഡിയോ ഇട്ട് ഞാൻ പിന്നെ ആവുന്നില്ല. അപ്പൊ അത് കുറെ കമന്റ്സ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റീച്ചുള്ള ഒരു സംഭവമാണ്. അതിൽ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണും. അപ്പൊ ആ സമയത്ത് ആരും കുറച്ച് പേര് തുടങ്ങിയോന്നും എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ആ സമയത്ത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ ഞാൻ ഇട്ടു. 2 ദിവസം കഴിഞ്ഞ് കമന്റ്സ്, ചേച്ചി ഇനിയും വീഡിയോ ഇടൂ. അപ്പോഴത്തേക്കും ഇടല്ലേ, ഇട്ടേക്കാം അതൊക്കെ പറഞ്ഞ് ഞാൻ താഴെ എന്റെ ബെഡ്റൂമിന്റെ താഴെ ഇരുന്ന് ഒരു ഷെബീസ് ആണെങ്കിൽ അനി ഇത് വെച്ച് ചെയ്യുന്നെങ്കിൽ ഒരു ചെറിയ ക്യാമറയൊക്കെ എടുത്ത് തന്നിട്ടാ ശരി താഴെ ഇരുന്ന് വീഡിയോ ഇട്ടു കേട്ടോ. ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് പഫിയോ എന്റെ പൂച്ചേനെയൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി നാളെയും ചെയ്യണം, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തന്ന ഒരു ഇതിലാണ്, സപ്പോർട്ടിലാണ് ഇതിങ്ങനെ വളർന്ന് വന്നത്. എന്റെ റിവ്യൂ വേയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓരോ ഇതും മാറി അത് കാണുമ്പോ അറിയാം. ഓരോ സീസൺ കഴിയുമ്പോൾ മാറി അവരാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇങ്ങനെ ചെയ്യ, അങ്ങനെ ചെയ്യ. ഇപ്പോഴും എല്ലാത്തിനും പറയും ബാക്ക്ഗ്രൗണ്ട്, ചേച്ചി അവിടെ ആ ലൈറ്റ് വെക്കണേ, ഇവിടെ ഇത് വെക്കണേ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കലുണ്ട്. ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫാമിലിന്ന് കിട്ടിയിരുന്ന സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരാള്, അത് എന്റെ ഹസ്ബൻഡാണ്, ഷെബീസ്. അപ്പൊ ഷെബീസ് വിചാരിച്ചില്ല കേട്ടോ ഇത്ര ഇങ്ങനെ കാണും ഒന്നൊക്കെയുള്ള. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വ്യൂസ് കൂടി വരും. അപ്പൊ രേവു നിന്റെ വീഡിയോ അന്ന് സീസൺ 2 നിന്റെ വീഡിയോ ചാനലിൽ എല്ലാരും കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നന്നായിട്ട് ചെയ്യാടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ. ഷെബീസ് ക്യാമറ ക്രൈസ് ഉള്ള ആളാണ്. അപ്പൊ ക്യാമറ ഉണ്ട്. അപ്പൊ വീട്ടിലുള്ള പഴയ ക്യാമറയൊക്കെ എടുത്തു വെച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്ന് അന്ന് പുള്ളിക്കാരൻ അറിയുന്ന രീതിയിൽ, ഒന്നും ലൈറ്റിന്റെ ഇതൊന്നും അറിയുന്ന രീതിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും എന്റെ പിന്നിൽ നിൽക്കുന്ന ആളാണ് ഷെബീസ്. എന്തായാലും ഹസ്ബൻഡും കുട്ടിയും ഇവിടെ ഉണ്ട്, അവരെയും കൂടെ നമുക്ക് വിളിക്കാം. അതെ. ഇതാണ് എന്റെ ഷെബീസ്, ഷെബീർ അല്ലെ, ഷെബീർ. ഇത് കുഞ്ഞു ഇസക്കുട്ടി, ഇസ എന്നാണ് പേര്. രണ്ടുപേരും ഈ ചാനലിലെ അംഗങ്ങളാണ്. പക്ഷെ പിറകിൽ അന്നേ ഉള്ളൂ, അറിയുന്നില്ല. ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത്. ആദ്യമായിട്ടാണ് വ്ളോഗ് ഉണ്ട്, നമുക്ക് ഫാമിലി വ്ളോഗ് ഉണ്ട്, അതിൽ വരും. പക്ഷെ ഇന്റർവ്യൂല് ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഇന്റർവ്യൂല് ഇരിക്കുമ്പോ എന്താ തോന്നുന്നുണ്ട്? കുറച്ച് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്തിനാന്ന് എനിക്കും അറിയില്ല. ക്യാമറ ഫസ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഷൈനസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ അത് ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഉള്ളിലുണ്ട്. കുട്ടിക്കുണ്ടോ? ഉണ്ടോ കുഞ്ഞു? ടെൻഷൻ ഉണ്ടോ? ആണോ? എന്തിനാ ടെൻഷൻ? എങ്ങനെയാ ഫോട്ടോ എടുക്കുന്നത്? ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യും. എന്റെ കൂടെ ഒന്ന് പോസ് ഒക്കെ ചെയ്യല്ലേ? എങ്ങനെയാ പോസ് ചെയ്യുന്നത്? കാണിച്ച്. എങ്ങനെയാ അമ്മ പോസ് ചെയ്യുന്നത്? ലാലേട്ടനെയൊക്കെ അറിയോ? അതൊക്കെ അറിയോ? ബിഗ് ബോസ് ഒക്കെ അറിയോ? കഴിഞ്ഞ ബിഗ് ബോസിന് കുറച്ച് കുഞ്ഞായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഇത്തവണ ബിഗ് ബോസ് കാണില്ലേ? കാണോ? പ്രൊമോ ഒക്കെ വന്നത് കണ്ടിരുന്നോ? ലാലേട്ടനെ കണ്ടോ? ഒന്ന് പറഞ്ഞു തന്നത് ലാലേട്ടനെ മാത്രം അറിയാം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. ബിഗ് ബോസ് തീരാറാകുമ്പോഴത്തേക്ക് കണ്ടസ്റ്റൻസിനൊക്കെ എന്തായാലും പരിചയമായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫാമിലി ഇന്റർവ്യൂ അപ്പൊ എടുക്കാൻ പറ്റുമായിരിക്കല്ലേ? അപ്പൊ എന്തായാലും ഈ ബിഗ് ബോസിന്റെ എല്ലാ റിവ്യൂസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കൂടെ രവതി ചേച്ചിയുടെ കൂടെ നിൽക്കാറുണ്ടല്ലോ. അപ്പൊ ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ ലൈവ് എല്ലാം മുറക്കൊളച്ച് ഇങ്ങനെ കാണാറുണ്ടോ? ഞാൻ പുള്ളിക്കാരത്തേക്ക് കാണാൻ പറ്റാത്ത സമയത്ത് ഞാൻ കാണും. ഷിഫ്റ്റ് എടുക്കും നിങ്ങള്? ഞാൻ കണ്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്യും, ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പുള്ളിക്കാരത്തേക്ക് പിന്നീട് കാണിക്കും. അല്ല, കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ,
വീഡിയോ എടുക്കാൻ ലൈവ് അപ്ഡേറ്റ് കൊടുക്കണല്ലോ. അപ്പൊ എനിക്ക് മറ്റത് ലൈവ് നടന്നുകൊണ്ട് ഇരിക്കും. അപ്പൊ ചില സമയത്ത് ഈശ്വര ഇത് കാണും, ലൈവും കൂടെ അപ്ഡേറ്റും കൊടുക്കണം, ഇത് കാണാം. അപ്പൊ ഷെബീസ് കുറച്ചൊക്കെ ഞാൻ കണ്ടോളാം നീ റെക്കോർഡ് ചെയ്യണത് ഞാനാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഒരു ചെറിയ മൈന്യൂട്ട് സെക്കൻഡ് പോലും മിസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത്ര മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, എന്തെങ്കിലും ഒരു കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് കണ്ടില്ല, അത് പറഞ്ഞില്ല എന്ന് ചോദിക്കും ആൾക്കാർ. അതെ അതെ. അതുകൊണ്ട് ഒരു കാര്യം മിസ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ അവര് പറഞ്ഞു തരും കേട്ടോ, ചേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ടോക്സിക് സീസൺ ആണെങ്കിൽ ദേഷ്യമായിരിക്കും കൂടുതൽ അവര്. അതെന്താ നിങ്ങൾ കാണാത്തതെന്നൊക്കെ പറഞ്ഞു വരും. കഴിഞ്ഞ സീസണൊക്കെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരായിരുന്നു? കഴിഞ്ഞ സീസണില് ഓഫ് കോഴ്സ് ഞാൻ സീസൺ 2 ആണ്. സീസൺ 1 കണ്ടായിരുന്നു. 1 കണ്ടത് ബിഗ് ബോസ് എന്നുള്ള ഒരു പ്രോഗ്രാം എനിക്ക് അറിയില്ല. ഞാനില്ലേ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അപ്പൊ ഹിന്ദി സീസൺ ഒക്കെ നടക്കുന്ന സമയം അപ്പൊ പുള്ളിക്കാരത്ത് ഈ റിവ്യൂ ഒക്കെ കാണും. അപ്പൊ റിവ്യൂ അപ്പൊ രാത്രി ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കണ കേൾക്കാം. ഞാൻ ഉറങ്ങുകയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് അറിയില്ല, എന്നാ ഹിന്ദി അറിയില്ല. പിന്നെ അതിന്റെ കൂടെ ഈ രാത്രി ഇങ്ങനെ ഇരുന്ന് ചിരിക്കണേ എനിക്ക് ദേഷ്യം വരും. ഞാൻ പറയും പോയെന്നൊരു ദേഷ്യമായിട്ട് ഞാൻ പറയും. പിന്നെ അങ്ങനെ പുള്ളിക്കാരത്ത് അപ്പൊ അന്നൊന്നും എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല. പിന്നീട് സീസൺ 1 തുടങ്ങി പുള്ളിക്കാരത്തിന്റെ ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ ഒന്ന് കാണിച്ചു. അപ്പൊ മനസ്സിലായി അത് കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഷോ ആണ്. ഞാൻ സീസൺ 1 കണ്ടു. സീസൺ 1 ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമെന്നുള്ള ഞാൻ കണ്ടുപോയി. പക്ഷെ സീസൺ 2 ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിയ ഒരു ഷോ ആണ്, പ്രത്യേകിച്ച് രജിത് സാറിന്റെ സീസൺ 2. ഓഫ് കോഴ്സ് സീസൺ 2 ഇസ് ദ ബെസ്റ്റ്. എന്റെ ഇതില് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 4 ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കിയത് സീസൺ 2 കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സീസൺ സീസൺ 2 ആണ്. പേഴ്സണലി ചോദിക്കുകയാണ്. സീസൺ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 4 ഓഫ് കോഴ്സ് ബെസ്റ്റ് സീസൺ ആയിരുന്നു. പക്ഷെ അതിൽ ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. വല്ലാത്തൊരു നമുക്ക് പേഴ്സണലി നമ്മൾ റിവ്യൂ പറയുന്നുണ്ട്, ഭയങ്കര പേഴ്സണൽ അറ്റാക്ക് കൂടുതലായിരുന്നു, സൈബർ അറ്റാക്ക്. ഇത് കണ്ടസ്റ്റൻസിനും അറ്റാക്ക് ആയിരുന്നല്ലോ പറയുന്നത്. അതെ അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ടൊരു വിഷമമായിരുന്നു ആ സീസൺ. ഇത് ഫാമിലിയെ വെച്ചൊക്കെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടോ? അതെ അതെ അതെ, വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടു, പക്ഷെ ആ പുള്ളിക്കാരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോഴ് എന്നോട് ആ പുള്ളിക്കാരൻ ചോദിച്ചു, എന്റെ മോക്ക് വയ്യാതെ കിടക്കുക, എന്നിട്ട് നിന്റെ മോള് ചത്തോ, നിന്റെ മോള് ചത്തിട്ടാണോ നീ ഇത് വീഡിയോ ഇടാത്തത്? അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അങ്ങ് ട്രിഗറായി. ഒരു മോക്ക് പനിയായിട്ട് കിടക്കുക. അപ്പൊ ഞാനങ്ങ് ഭയങ്കര എന്തോ ഞാൻ ഇട്ടതാണ്, പക്ഷെ കാണാത്ത എനിക്ക് റിപ്ലൈ പറയാനും തോന്നുന്നില്ല, ഒന്നും തോന്നാത്തൊരു വല്ലാത്തൊരു വേദനയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൂടെ സീസൺ 4 കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൂർ പോവാ. 4 മാസം ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയും ഇതൊക്കെ എടുത്ത് അറിയാമല്ലോ, ഓൾമോസ്റ്റ് 3-4 മണിക്കൂർ ഉറങ്ങാം. അത് കഴിഞ്ഞാൽ ജസ്റ്റ് റിലാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സീസൺ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ടൂർ പോയി നമുക്കെതിരെ സൈബർ അറ്റാക്ക് തുടങ്ങി. വീഡിയോയിലും ശരിക്കും ഞങ്ങക്ക് മാനസികമായിട്ട് ഒട്ടും സന്തോഷം കിട്ടാത്ത ഒരു സീസണിലൊന്നായിരുന്നു സീസൺ 4 പേഴ്സണലി. ഷെബീസിനൊക്കെ എനിക്കിങ്ങനെ കിട്ടുന്ന കണ്ടിട്ട് ഷെബി കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് കിട്ടിയത് സീസൺ 4 പക്ഷെ സീസൺ ഹിറ്റാണ്, അതിപ്പം ജനങ്ങൾ പറയും സീസൺ എന്തൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ടോക്സിസിറ്റി ആയിരുന്നു, അതിപ്പോ അംഗീകരിച്ചേ പറ്റും. ഇനിയിപ്പോ അടുത്തതും ചിലപ്പോൾ ടോക്സിക് ആണ്, ഇങ്ങനെ തന്നെ ആയിരിക്കാം. അതെ, അത് ഈ ഒരേ ഒരാളിങ്ങനെ വരുമ്പോഴാണ് കൂടുതലും പ്രശ്നം ഉണ്ടാവുന്നത്. ഒരുപാട് പേര് നല്ല കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരും. ഒരാൾ മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എങ്ങനെ ആക്കും, അയാൾക്ക് എഗൻസ്റ്റ് ആക്കുക, ഞാൻ അയാൾക്ക് എഗൻസ്റ്റ് ആണ് പറഞ്ഞത്, നല്ലത് പറഞ്ഞാലും എഗൻസ്റ്റ് എന്ന് പറയുക, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ വരും. അതാണ് പ്രശ്നം. ഈ ബാക്കി റിവ്യൂവേഴ്സ് ആയിട്ടൊക്കെ ഇപ്പം ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കാറുണ്ടോ? ബാക്കിയല്ല ശരി, ബാക്കി വാളെടുത്ത് യുദ്ധമാണ്. പിന്നെ നല്ലതായിട്ടുള്ളവരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാര് സീസൺ 4 കേട്ടോ. പിന്നീട് ഉണ്ടായിട്ടില്ല. സീസൺ 4 കുറച്ച് ഇത് അങ്ങാടികളും നമ്മൾ ഫൈറ്റ് ചെയ്ത് വേറെ ഒരു പണിയിലായിരുന്നു, വെറുതെ അറ്റാക്ക് ചെയ്യാം, ഒന്നും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പത്തേക്ക് ഞാൻ ഫൈറ്റ് ചെയ്യും. 4 ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ ഇങ്ങനെയാണ്, എന്തോ പറഞ്ഞു എന്തോ ചെയ്തോ. 5 ഞാൻ തിരിച്ചടിച്ചു. ഇപ്പൊ പിന്നെ എനിക്കറിയില്ല, ഇപ്പൊ വന്നാലും തിരിച്ചടിക്കും, അത്രേ ഉള്ളൂ. ബാക്കി നല്ലതായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നല്ലതായിട്ട് കൂടെ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി
നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞു പോണതാണ്. അതെ. കുറച്ച് അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ. ഇപ്രാവശ്യത്തെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ കണ്ടു. കണ്ടു. എന്തായാലും ഇത്രയും റിവ്യൂവിന്റെ ബാക്കിൽ നിന്ന ഒരാൾ എന്ന രീതിയിൽ ഇത്തവണത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അങ്ങനത്തെ സീസൺ, ബിഗ് ബോസിനെ പറ്റി നന്നായിട്ട് എന്തായാലും അറിയാലോ. അങ്ങനത്തെ സീസൺ ആയിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റില് ഫേമസ് ആയിട്ട് അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ് കണ്ടേക്കണത്. അധികം ഫെയിം ആയിട്ടുള്ള ആൾക്കാര്, എനിക്ക് പേഴ്സണലി അധികം ഫെയിം ആയിട്ടുള്ള ആൾക്കാർ വരണമെന്നില്ല. കാരണം സീസൺ 4 വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും അധികം ഫെയിം അല്ലാത്ത ആളാണ് സൂപ്പർ ഹിറ്റിലേക്ക് പോയത്. അപ്പൊ അധികം ഫെയിമിലൊന്നും ഒരു കാര്യമില്ല. അതിനകത്ത് ഒട്ടും ഫെയിം അല്ലാത്ത ആളായിരിക്കും ചിലപ്പോ കിങ് ഓഫ് ക്യൂണ ആവണത്. നമുക്ക് അത് നെവർ ജഡ്ജ് എ പേഴ്സൺ. ഒരാളെ നമ്മൾ അതിന്റെ ലുക്ക് കണ്ടോ അല്ലെങ്കിൽ അയാളുടെ റീച്ച് കണ്ടോ അയാൾക്ക് ഇത്ര ആൾക്കാരെ അറിയുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അയാളായിരിക്കും നാളത്തെ രാജാവ്. അതെ അതെ. എന്തായാലും ബിഗ് ബോസ് തുടങ്ങാറായി കുറച്ച് ദിവസങ്ങൾ മാത്രം, നമുക്കിനി വിരലിലെണ്ണാവുന്ന ദിവസമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോ ഇതിലേക്ക് പോകാനിരിക്കുന്ന കണ്ടസ്റ്റൻസ് എന്തായാലും അവരിപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. അവരെന്തായാലും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. അവരോട് എന്താ പറയാനുള്ളത്? ഷെബീസ് ആദ്യം പറ. ഇനി പോകാനിരിക്കുന്ന അതായത് ഫസ്റ്റ് പരിചയം ഉണ്ടെങ്കിലും ഗ്രൂപ്പ് കളിക്കാതിരിക്കുക. നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് കളിക്കാതെ, ഗ്രൂപ്പ് കളിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ സീസൺ പോകും. നമുക്ക് എല്ലാവരും ഇപ്പൊ എല്ലാ മനുഷ്യനും ഉള്ളില് ദേഷ്യവും സന്തോഷവും ഒക്കെ എല്ലാ വികാരങ്ങളും ഉണ്ട്. അവര് ക്യാമറ കാണുമ്പോഴത്തേക്ക് പുറമെ എന്ത് വിചാരിക്കും ആൾക്കാർ, എന്ത് പ്രേക്ഷകർ അത് എടുക്കോ ഇല്ലയോ എന്നുള്ളത് ഒരു പേടിയുണ്ട്. എല്ലാവരും കളിക്കുന്ന ഒരാളുടെ കീഴിൽ ഒതുങ്ങിയിരിക്കും. ഇപ്പൊ എനിക്ക് ഒരു സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് എനിക്കറിയാം, പക്ഷെ പേഴ്സണലി അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് ജിമ്മിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ആളങ്ങനെയല്ല, ഞാൻ അറിയുന്ന ആളങ്ങനെയല്ല. പക്ഷെ ഷോയ്ക്കകത്ത് ഞങ്ങൾ വിചാരിച്ചു കയറുമ്പോ തകർത്ത് എക്സാക്ട്ലി അങ്ങനെയല്ല. ശരിക്കും പുള്ളിയുടെ സ്വഭാവം അതിനകത്ത് എടുത്തിരുന്നില്ല. പുള്ളി ടോപ്പ് ആയനെ, ടോപ്പ് 5 ഉറപ്പായിട്ട് വരേണ്ട ആളാ. ടോപ്പ് 5 പോയിട്ട് ഒന്നും ആയില്ല. അങ്ങനെ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യനും ഒരു കഴിവുണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട്. ഒരു വാഗ്വാദം നല്ല രീതിയിൽ നടത്താൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആ ഷോയ്ക്ക് ആപ്റ്റാണ്. എല്ലാവരും അങ്ങനെ, പ്രത്യേകിച്ച് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പറായിട്ട് അംഗീകരിക്കും. എടാ നീ ആ ചെയ്യണ ശരിയല്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ശരി അതാ ശരിയല്ല, ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിന് വരെ എന്തുകൊണ്ട് ശരിയല്ലെന്ന് തിരിച്ചു ചോദിക്കാനായിട്ട് കഴിവുണ്ടെങ്കിൽ അവൻ കേറും. അത് ഒരാള് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന രാജാവ് പോകും. ബാക്കിയുള്ളവരും കൂടെ നിക്കണം, എന്നാലും നമുക്ക് ആ രാജാവിനെ വെട്ടി നമുക്കും കയറാൻ പറ്റുള്ളൂ. അതാ ചെയ്യണ്ട. അല്ലെങ്കിൽ അവ രാജാവായിക്കോട്ടെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് 100 ദിവസം പൈസ മേടിച്ചിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ 100 ദിവസം നിന്നിട്ട് ആ ശമ്പളം മേടിച്ച് എല്ലാ ദിവസവും ശമ്പളം മേടിച്ച് വരാനാണെങ്കിൽ പോവാതിരിക്കണം നല്ലത്. 10 ദിവസം നോക്കി. കഴിഞ്ഞ ദിവസം ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ദിവസം നോക്കി 10 ദിവസം പുലിയായിട്ട് നിന്ന് വാ, പ്രേക്ഷകരിലേക്ക് നമുക്ക് നെഗറ്റീവ് കിട്ടും, പിന്നെ എന്തായാലും റിയൽ ആയിട്ട് നിന്നിട്ട് കളിച്ചിട്ടിങ്ങി വാ. അത്രേ ഉള്ളൂ, അത്രേ എനിക്കും പറയാനുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷോ പൊങ്ങും, ഷോക്ക് കൂടുതൽ റീച്ച് കിട്ടും, ആൾക്കാരെ ഇഷ്ടമാവും, മനസ്സുകൊണ്ട് ഷോ ഇഷ്ടപ്പെടും ആൾക്കാര്, ഷോ ഹിറ്റാവും, അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ അമഞ്ഞിരിക്കുമല്ലേ. ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഇപ്പൊ ആർമി ഗ്രൂപ്പ്സ് ഒക്കെ ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പം മുമ്പത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്റെ ആർമി ഗ്രൂപ്പ് ഒക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പം ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആർമി ഗ്രൂപ്പ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ശരിക്കും പല ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മാറും. അതിപ്പോ ഇവര് കളിച്ചില്ലെങ്കിൽ നേരെ തിരിയും, ഇവർക്ക് എഗൻസ്റ്റ് ആവും. നിങ്ങൾ നിന്നതൊന്നും അല്ല പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് തിരിയും. പിന്നെ കുറച്ച് പേര് എനിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, സീസൺ ഇത് വരുന്നതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഇത് PR ആവോ എന്തോ ഒരു പിടിയും ഇല്ല. പക്ഷെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ PR സംഭവം. കാര്യം എന്ന് പറഞ്ഞാൽ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡിങ്ങും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ ഇതാക്കാൻ വേണ്ടിട്ട് അവർ ചെയ്യുന്നത്. പക്ഷെ ഇത് പണിയും ആവലുണ്ട്. അപ്പൊ ഈ ആർമി ഗ്രൂപ്പിന്റെ കാര്യം എല്ലാ സീസണിലും ഈ ആർമി ഗ്രൂപ്പ് വേറൊരാളാവും, ഇനി അടുത്തുനിന്ന് വേറെ ഗ്രൂപ്പ് വേറെ ആളാവും. ഈ ആർമി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. പിന്നെ ഏറ്റവും ഫാൻസ് ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമുള്ള ആർമി ഗ്രൂപ്പുകളും ഉണ്ട്. മനസ്സിലായോ?
അതായത് നമ്മൾ ഏറ്റവും ഇപ്പൊ രാജാവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാജാവ്, അപ്പൊ അടുത്ത സീസണിൽ രാജാവ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പാരമ്പര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആർമി ഗ്രൂപ്പുകളും ഉണ്ട്. അത് ഇങ്ങനെ അപ്പൊ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യും. അയ്യോ അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇല്ല അത് തെറ്റല്ല, അത് അങ്ങനെയാണ്, അത് കിട്ടണം, 2 കിട്ടണം, അവന് 2 കിട്ടണം, അത് കൊടുത്ത നന്നായി എന്നുള്ള രീതിയിൽ ഈ രാജാവിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആർമി ഗ്രൂപ്പുകളും ഉണ്ട്. അല്ലാതെ കളി കണ്ടിട്ടോ നമുക്ക് അവരെ ഇഷ്ടമാണ് എന്നാൽ ഈ ആർമി ചേരാൻ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള പിള്ളേരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ മിക്സ് ആണ് ഇതിനകത്ത്, ടോക്സിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്, മിക്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ആർമി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ? ആര് ആർമി ഗ്രൂപ്പ് നിരന്തരം ബിഗ് ബോസിന് റിവ്യൂ ചെയ്യുമ്പോ ആർമികളായിട്ട് അടിയാണ് ഞാൻ, ഫൈറ്റ്, എന്നിട്ട് ഞാൻ പോയിട്ട് ആർമി. ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഞാൻ ഈ ആർമിയിൽ കയറിയാൽ നന്നായിരുന്നു? ഒന്നും തോന്നിയിട്ടില്ല, എനിക്കില്ല, ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ സീസൺ 2 തൊട്ടല്ലേ തുടങ്ങിയത്, ഞാൻ ഒന്നിലും ഇല്ല. ഈ ഏതെങ്കിലും ആർമി ഗ്രൂപ്പ് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ ചേച്ചി ഒന്ന് മയത്തിലൊക്കെ കമന്റ് പേടിച്ചൊക്കെ ഇടും, ചേച്ചി ഒന്ന് മയത്തിലൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ കൊടുക്കൂല. അങ്ങനെ വാട്സപ്പിൽ വരും, എന്റെ ഒഫീഷ്യൽ വാട്സപ്പിൽ ഇങ്ങനെ വരും, ഒന്ന് മയത്തിലൊക്കെ ചേച്ചി പ്ലീസ് എന്നുള്ള ഇത് വരും. കാര്യം അവർക്കറിയാം ഇത് അവർക്ക് നെഗറ്റീവ് ആകും എന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ തന്നെ എനിക്ക് കമന്റ് ഒക്കെ ഇതൊക്കെ വാട്സപ്പ് ചെയ്യും, അപ്പൊ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഇപ്പം എല്ലാവരും പറയുന്നത് ഇവർക്ക് PR വർക്ക് ഒന്നും ഇല്ല എന്നൊക്കെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാം അവർക്ക് PR വർക്ക് വളരെ അധികം നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസിന് PR വർക്ക് വേണ്ടതായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ചില കാര്യം ചിലവർ ഒന്നും ഒരു PR എടുക്കാതെ വരും. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് അങ്ങനെ ഇതാക്കുന്നതല്ല കേട്ടോ. PR എടുക്കണം, കാര്യം ഇതിന് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. ഈ മോശം വശം എന്ന് പറഞ്ഞാൽ ഈ PR ഇപ്പം ഞാനിപ്പോ ഒരു PR കൊടുത്തിട്ട്, ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ്, ഞാൻ PR കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ആ PR-കാരുടെ കയ്യിലിരിക്കും ബാക്കിയല്ല. അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള PR-കൾ, അത് ഒട്ടുമേ നല്ലതല്ല. അതിലേക്ക് പോവരുത്. അല്ലാതെ നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജ് നല്ലതാക്കി ഇത് നമ്മുടെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് നല്ലതാക്കി ഇടുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. PR വർക്ക് പല രീതിയിലുണ്ട്, കമന്റ്സിലുണ്ട്, പിന്നെ ഈ റീൽസിലുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ടോക്സിക് ആവുമ്പോഴാണ് ഇത് ഭയങ്കര നെഗറ്റീവ് ആവുന്നത്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഡീഗ്രേഡിങ്. അതായത് ഇപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റ് ഓപ്പോസിറ്റ് ആ കണ്ടസ്റ്റന്റ് നിൽക്കണം, അപ്പൊ ആ കുട്ടീനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് അപ്പൊ ആ കുട്ടി പൊങ്ങി വരികയാണ്, അപ്പൊ നമ്മുടെ ആൾക്ക് പ്രശ്നമാണ്. അപ്പൊ ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് അപ്പൊ പഴയ കാര്യങ്ങൾ ചിക്കിച്ചകഞ്ഞു കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് വശം. അതാണ് പ്രശ്നം. അതില്ലാതെ നമുക്ക് നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാം, നമ്മളെ തന്നെ ചെയ്യാം. ഇല്ലാതെ എടുക്കാതെ വന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്ക് അതിന്റെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ്. അതെ. ഈ ആർമി ഗ്രൂപ്പിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ടോക്സിസിറ്റീസ് എന്തൊക്കെയാണ് പേഴ്സണലി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഭീഷണി. പിന്നെ എന്ത് തരം ഭീഷണി എന്ന് പറഞ്ഞാല് നിന്നെ ഞാൻ അത് മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. പണ്ടൊക്കെയാണ്, അത് സീസൺ 3-ലൊക്കെയാണ് മെയിലൊക്കെ. ഇപ്പൊ മെയില് ഞാൻ നോക്കലില്ല. ഇപ്പൊ ശബ്ദ സന്ദേശങ്ങൾ, നിനക്ക് വേറെ പണിയില്ലേടി, നീ നമ്മുടെ ആളെ എങ്ങനെയൊക്കെ അയച്ച്, അത് ബാലിശമായ രീതിയിലുള്ള വർത്താനം. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യല്ല, എന്തൊക്കെയോ വരുത്തുന്ന ആൾക്കാരെന്ന് ആ രീതിയില്. അങ്ങനെ പിന്നെ ഭീഷണി, അതായത് നിനക്കും ഇല്ലേ, നിനക്ക് മക്കളില്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മോളെ പറയുക, ഹസ്ബൻഡിനെ പറയുക. പിന്നെ നമ്മുടെ ഇന്റർ റിലീജിയൻ മാരേജ് ആണ്, അതെടുത്തിടുക. അപ്പൊ ഇതിട്ട് ഈ കണ്ടസ്റ്റൻസിന്റെ മതമൊക്കെ നോക്കും, എന്നിട്ട് അത് വെച്ചിട്ടുള്ള ഞാനതൊന്നും ആലോചിക്കല് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. അത് പിന്നെ അതാണല്ലോ, അപ്പൊ നിന്റെ ഹസ്ബൻഡ് അതല്ലേ, അപ്പൊ നീ ഇതല്ലേ, ഞാൻ ഇതൊക്കെ എന്തെന്നാ. അപ്പൊ വെറുതെ ഒരു കമന്റ് അങ്ങനെ ഇടുക, അതൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര വിഷമം വരും. ഇപ്പൊ ഒന്നുമില്ല, ഒന്നിപ്പോ അഫക്ട് ചെയ്യാതെ എനിക്ക് മതിയായി, ഇപ്പൊ എന്തോ ആയിക്കൊണ്ട് പോട്ടെന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഫേസ് ചെയ്യും. മറ്റത് എനിക്ക് ഭയങ്കര വിഷമം വന്ന അവസരങ്ങളുണ്ട്, കരഞ്ഞിട്ട് തുടച്ചിട്ടൊക്കെ ഇങ്ങനെ റിവ്യൂ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട്. അല്ല, ഞാൻ കരഞ്ഞ് തുടച്ച് റിവ്യൂ പറഞ്ഞതൊക്കെ ഉണ്ട്, ഫോട്ടോത്തൊക്കെ പറഞ്ഞ്. അങ്ങനെ ഈ ബിഗ് ബോസ് ആയിട്ട് എന്തായാലും ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിന്റെ പ്രസ് മീറ്റിനൊക്കെ പോവാ, ഫൈനലിന് കഴിഞ്ഞ വട്ടം മുംബൈയിലൊക്കെ അവിടെ വെച്ചിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മുംബൈ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് വിളി വന്നിരുന്നോ? ബിഗ് ബോസിൽ നിന്ന് വിളി വന്നിരുന്നു. സീസൺ 5 കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയൊക്കെ മനസ്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പൊ വിളി വരും എന്നുള്ളത്. അപ്പോഴ് വിളിച്ചപ്പോൾ ഞാനും പ്രിപ്പയർഡ് ആയിരുന്നു ഉത്തരം പറയാം. കാര്യം ഞാൻ ഇപ്പൊ പോകാനുള്ള ഇതല്ല, എന്റെ ഒരു മെന്റലി ഞാൻ ഇപ്പൊ പ്രിപ്പയർഡ് അല്ല. കാര്യം ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, പിന്നെ എന്റെ റിവ്യൂവിന്റെ കാര്യങ്ങൾ, അതാരും ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുക, ഞാൻ പോണോ പോണ്ടേ? അപ്പം
50% ആൾക്കാർ 60% ആൾക്കാർ പോവല്ലേ എന്ന് പറയും. കുറച്ച് ചേച്ചി ചേച്ചി എന്ന് പറയും. പക്ഷെ ചേച്ചി റിവ്യൂ ആരുണ്ടാവും. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന റിവ്യൂലാണ്. പക്ഷെ ബിഗ് ബോസിന് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇനി അകത്തും കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ചു എന്തിന് കുറച്ചും കൂടെ കഴിഞ്ഞ് പോവാ, എന്തിനിപ്പൊ പോകുന്നു എന്നുള്ള രീതിയാ. ഇനിയും അടുത്ത വരും സീസണിലൊക്കെ ഈ ബിഗ് ബോസിൽ നിന്ന് ഒരു വിളി വന്നു കഴിഞ്ഞാൽ പ്രിപ്പയർഡ് ആണോ പോവാനായിട്ട്? അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം എന്തായാലും ഇല്ല, ഞാൻ റിവ്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടങ്ങ് ചിലപ്പോ കുറെ പ്രായമായിട്ടായിരിക്കാം അപ്പൊ ഒന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ റിവ്യൂല് ബിഗ് ബോസിന്റെ അടുത്ത് നിൽക്കുന്ന ആളായിട്ട്, അതായത് എനിക്ക് അങ്ങനെ എല്ലാ സീസൺ വരുമ്പോഴും ഞാൻ ബിഗ് ബോസ് തന്നെയാന്നുള്ള ഒരു ഇതാണ് എനിക്ക്. അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ കണ്ടസ്റ്റന്റ് ആയിട്ട് പോവാൻ എപ്പോഴെങ്കിലും എനിക്ക് പോകാൻ പറ്റും, ഞാൻ പോവും. പക്ഷെ ഇപ്പൊ ഞാൻ റിവ്യൂലാണ് നിൽക്കുന്നത്, അതിൽ തന്നെ തുടരാൻ താല്പര്യം. ഈ ബിഗ് ബോസ് ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ബിഗ് ബോസിന്റെ ക്രൂ ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ബിഗ് ബോസിൽ പോകുന്ന അല്ലേ? അതെ, കണ്ടസ്റ്റൻസ് അല്ല, ബാക്കി ക്രൂ മെമ്പേഴ്സ് അങ്ങോട്ട് പോയതിന്റെ വീഡിയോ. അപ്പോ ഈ ശരിക്കുമുള്ള ബിഗ് ബോസ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞോളൂ, ശരിക്കുള്ള ബിഗ് ബോസ് ആരാണെന്ന് അറിയോ? ശരിക്കുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ മേക്കേഴ്സ് തന്നെയല്ലേ, ആ കുറെ ആൾക്കാരാണ്, ഒരാളല്ല. അതില് ശബ്ദത്തിന് അത് സത്യം പറഞ്ഞ കുറെ ആൾക്കാരുടെ തലച്ചോറാണ് ഈ ബിഗ് ബോസ്. അവരുടെ ഒരു ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. സൂപ്പർ ഗെയിമാണ്, ഒരാളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേരുടെ തലച്ചോറാണ്. ഈ ഒരുപാട് പേരും ചോദിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും ഈ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇതില് പെയ്ഡ് റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ? PR അല്ലേ, PR ചെയ്യാൻ പറ്റുമോന്ന്. എന്റെ വീഡിയോസ് കണ്ടിട്ട് ആരും എന്റെ അടുത്ത് PR ചെയ്യുമെന്ന് പറഞ്ഞ് വരൂല. കാര്യം അറിയാൻ, ഞാൻ അങ്ങനെയാണ് എന്റെ റിവ്യൂ പാറ്റേൺ പോകുന്നത്. ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ ഇഷ്ടവുമല്ല. കാര്യം എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി റിവ്യൂ പറയണം. ഇപ്പൊ ഞാൻ എടുത്തു കഴിഞ്ഞാലും അയാൾ ഇനി വെള്ള പൂശണ്ടേ എന്നുള്ള രീതിയിലും, അയാളാണെങ്കിൽ ഒടുക്കത്തെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പണ്ടാരം ഒരുപാട് തെറ്റുകൾ ചെയ്തും കൂട്ടുന്നത്. ഇല്ല, ഞാൻ അയാളെ വെള്ള പൂശും, ഞാൻ വെള്ള പൂശാൻ വേണ്ടി തുടങ്ങി. എനിക്കത് പറ്റത്തില്ല. എനിക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറയണം, അതാണ് ആഗ്രഹം. അപ്പൊ വീഡിയോ കണ്ടിട്ടുള്ളവര് അങ്ങനെ PR എടുക്കുമോ എന്ന് പറഞ്ഞൊന്നും വന്നിട്ടില്ല, എടുക്കുമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട ഒരു അത് വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ ഫിറോസ് ഖാനും അഖിൽമാരാരും തമ്മിലുള്ള ഇഷ്യൂ. അപ്പം കഴിഞ്ഞ സീസണിലാണ് TRP കൂടുതലുള്ളത് എന്നുള്ള ഒരു വാദവും. ശരിക്കും പറഞ്ഞാൽ ആ പ്രശ്നത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിന്റെ ഒരു ക്ലോഷർ എന്താ ശരിക്കും അവർക്ക് ഇപ്പം അഖില് പറഞ്ഞ പോലെ ചിലപ്പോ ആ TRP ലാഭവിഹിതമൊന്നും നമുക്ക് അറിയത്തില്ല, ഓഡിയൻസിന് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അത് അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്. പക്ഷെ ആസ് ആൻ ഓഡിയൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ സീസണില് ഒരു 4-5 കാര്യങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പൊ റിവ്യൂ ചെയ്തത് തന്നെ, എനിക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും 50 ദിവസം വരെ ഇപ്പൊ ഗോപികയും ഏഞ്ചലിനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ എവിക്ഷൻ കഴിഞ്ഞപ്പം എനിക്ക് എഴുതാൻ പോലും ലൈവ് അപ്ഡേറ്റ് പോലും ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എവിടേക്കാ പോകുന്നുള്ളത്. ആ സമയത്താണ് 50 ഡേയ്സിന്റെ നമ്മുടെ പ്രസ് മീറ്റും പിന്നെ ചലഞ്ചേഴ്സും വന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞു, ഓഡിയൻസും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യും, കാര്യം ഉറങ്ങി ചാവയാണെന്നുള്ള രീതിയിൽ. അപ്പം അഖില് പറഞ്ഞത് ലാഭം കിട്ടിയിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഓഡിയൻസിന്റെ എന്റർടൈൻമെന്റിന്റെ ഇത് അതെ, അതുപോലെയും വേണ്ടടാ. വേറെ പുതിയൊരു സീസൺ ആയിക്കോട്ടെ, ഇപ്പൊ 4 പോലെയൊന്നും വേണ്ട. എല്ലാരും പറയുന്നു 4 പോലെ വേണം, സീസൺ 4 പോലെ, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഉള്ള സീസണിൽ അവര് നല്ല രീതിയിൽ നമുക്ക് എന്റർടൈൻമെന്റ് തന്നാൽ മതി. അത് കുറവായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഫിറോസ് ഖാൻ ഇതിനെതിരെ പറഞ്ഞതിനോട് എന്താ തോന്നിയത്? ഇങ്ങനെ പറഞ്ഞല്ലേ, ഭയങ്കര വെട്ടി തുറന്ന് കഴിഞ്ഞ സീസണിൽ അല്ലെ ആൾക്കാരുമായിട്ട് സംഭവിച്ചേക്കാം, എനിക്കറിയില്ല. കാര്യം അവരൊക്കെ കണ്ടസ്റ്റന്റ് ആണ്, അവർക്കറിയാലോ കാര്യങ്ങള്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കളിക്കാം, ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വൈകാനുള്ള കാരണവും ചിലപ്പോൾ ഇതാവാം. കാരണം പറഞ്ഞാല് ഈ നേരത്തെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒന്നിച്ച് കളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. കഴിഞ്ഞ സീസണിൽ ഈ പലരും പറഞ്ഞതാണ് സീസൺ ഭയങ്കര മോശമായതുകൊണ്ടാണ് ഈ റോബിനെയും രജിത് സാറിനെയും ഒക്കെ അങ്ങോട്ട് വിട്ടത് എന്ന്. പക്ഷെ കഴിഞ്ഞ വട്ടം പോയപ്പോ നമ്മൾ 2 തവണ റോബിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും കണ്ടു. അപ്പം ശരിക്കും കഴിഞ്ഞ സീസണിലും റോബിൻ ചെയ്തത് തെറ്റായത് കൊണ്ട് തന്നെയാണ് പുറത്താക്കിയെന്ന് തോന്നുന്നുണ്ടോ? എടാ, അത് നമ്മൾ കണ്ടതല്ലേ ലൈവില്. അപ്പം അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ടൊക്കെ ചെയ്തു. പിന്നെ അത് ഒരു ഗസ്റ്റ് ആയിട്ടല്ലേ കയറിപ്പോയത്. അപ്പൊ അതിനുള്ള ഒരു ഡിസിപ്ലിൻ പാലിക്കണമായിരുന്നു അതിനകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഒരു ഗസ്റ്റ് ആയിട്ട് അകത്ത് കയറുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ചെയ്യണമായിരുന്നു. അത് ചെയ്യാത്തോണ്ടാണ് പുള്ളി അവിടെ പുറത്താക്കിയത്, രണ്ടാമതും പുറത്താക്കിയത്.
ബാക്കി ലാംഗ്വേജ് ഇപ്പൊ ഹിന്ദി തമിഴായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മലയാളം ബിഗ് ബോസിൽ ഫിസിക്കൽ ടാസ്ക് കുറവാണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ ടാസ്ക് കൂടുതൽ കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഇപ്പൊ ബിഗ് ബോസ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്, അപ്പൊ ഇടുന്ന റിവ്യൂസ് എന്തായാലും അങ്ങോട്ട് എത്തുമല്ലോ. അപ്പൊ ആ രീതിയിൽ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എടാ ഇവര് നമ്മളെ ബിഗ് ബോസ് ടീം ഞാൻ മനസ്സിലാക്കിയത് കണ്ടസ്റ്റൻസിനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവര് ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാ വരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു പ്രായം ഭയങ്കര ഒരു പ്രായം ഉണ്ടെങ്കിൽ പോലും അവർ നല്ല ഫിറ്റ് എന്ത് ടാസ്കും ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ തരം പ്രായക്കാരും വരും. അവരെ കൊണ്ട് ചിലപ്പോഴൊന്നും ചിലവർക്ക് എല്ലാ ടാസ്കുകളും ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കാത്തിരിക്കുകയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ആ ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റി വെച്ചാണ് നമ്മുടെ ഇവിടെ ടാസ്ക് കൊടുക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഈ കലാപരമ കൂടുതലായി പോകും. നമ്മുടെ സീസൺ 3-യിലൊക്കെ കലാ ടാസ്കുകൾ കലാപരിപാടി കൂടുതലാവുമ്പോഴാണ് അത് പിന്നെ ഗെയിമുകളൊന്നും ഇല്ല, മറ്റേ ടാസ്കുകളൊന്നും ഇല്ല, നല്ല ടാസ്കുകളൊന്നും ഇല്ലാണ്ടായി പോകുന്നത്. അപ്പൊ സീസൺ 3 പോലെ അത് നല്ല കണ്ടസ്റ്റൻസ് ഉള്ള സീസൺ ആയിരുന്നു അത് സീസൺ 3. അതിൽ കലാപരിപാടി കൊടുത്തപ്പം അത് ഇതായി പോയി. ഒരുപാട് കലാപരിപാടികൾ അങ്ങനെ വേണ്ട, ആവശ്യമുള്ളപ്പോ ഒരു ടാസ്ക് മതി കലാപരിപാടി ടാസ്ക്. ബാക്കിയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഫിസിക്കൽ പിന്നെ മെന്റൽ ഗെയിംസും ഇപ്രാവശ്യം എനിക്കൊന്നും ഒരുവിധം കുഴപ്പമുണ്ടായിരുന്നില്ല. ടാസ്കുകൾ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. 3-യിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം ഡാൻസും പാട്ടും മാത്രമായി പോയത്, അഭിനയം മാത്രമായി പോയത്. പക്ഷെ ഇതിനു മുൻപ് റോബിൻ രാധാകൃഷ്ണൻ ആ കണ്ടസ്റ്റന്റിനെ പുറത്താക്കിയപ്പോ ഫിസിക്കലി ഒരാളെ ഹാം ചെയ്തു എന്നതിന്റെ പേരിൽ. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ടോക്ക് ഉണ്ടായിരുന്നു. പല കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇവരങ്ങ് ഫിസിക്കലി ആയിരുന്നു പ്രശ്നം. പക്ഷെ ആ സീസണിൽ ആരെയും പുറത്താക്കിയിട്ടില്ല. ഇത് ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ആരെയും പുറത്താക്കിയിട്ടില്ല. ഫിസിക്കലി പുറത്താക്കിയിട്ടില്ല. അതെ അതെ. പക്ഷെ റോബിന് വന്നു കഴിഞ്ഞപ്പോ ആദ്യം എടുത്തിട്ടൊരു സ്റ്റേറ്റ്മെന്റും ആദ്യം നല്ല ഇതിന്റെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നില്ല, എന്നെ മാത്രം പുറത്താക്കിയെന്ന് പറഞ്ഞ യുനൈസിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അകത്ത് കയറ്റി ചോദിച്ചപ്പോ യുനൈസ് പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് നിന്നെങ്കിലും പിന്നെ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യുനൈസ് പറഞ്ഞു കുഴപ്പമില്ല നിന്നോട്ടെ എന്നുള്ള രീതിയിൽ അഖിലിന്റെ കാര്യത്തിലല്ലേ, അഖിലിന്റെ കാര്യത്തിൽ. ഇപ്പൊ ശോഭ എടുത്തും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അഖിലിനാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവം വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പുറത്താവും ഞാൻ വിചാരിച്ചു ദൈവമേ ഇപ്പൊ പുറത്താവും എന്നുള്ള രീതിയിൽ. പക്ഷെ പുറത്തായില്ല, എന്തോ ഒരു ഭാഗ്യം കിടക്കുന്നു അഖിലിന്. കഴിഞ്ഞ സീസണിലെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഖിൽ മാരാർ ആയിരുന്നല്ലോ. അത് ശരിയാ, അതും പോയിന്റ് ആണ്. അത് പോയിരുന്നെങ്കിൽ പിന്നെ ഒന്നുമില്ലായിരുന്നു. അത് ഞാൻ അഖിലിന്റെ ഗുണവും മറ്റുള്ളവരുടെ ഇതേ പറയുള്ളൂ, മോശം. കാര്യം അവർക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ ആരും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് തോന്നാത്തത് അവർ കളിക്കാത്തതുകൊണ്ടാണ്. അവർ ഇമ്പോർട്ടൻസ് തരുന്ന രീതിയിൽ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അത് അഖിലിന്റെ ഗുണമാണ്. അഖിൽ അവിടെ ഇതായിട്ട് നിന്നത്. ബാക്കിയുള്ളവരുടെ ഇതുമാണ്. സ്റ്റാർട്ടിങ് മുതലേ ആള് കോൺഫിഡന്റ് ആയിരുന്നു വിന്നർ ആയിരിക്കും എന്നുള്ളത്. പുള്ളിക്കാരന് മനസ്സിലായി. ഏകദേശം ആൾക്കാരെ കണ്ടപ്പോ ഇതൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് ആകെ കൂടെ ശോഭയുണ്ട്, ജുനൈസും ഉണ്ട് പുള്ളിക്കാരനെ എതിർത്ത് നിൽക്കുന്നത്. വേറെ ആരും ഇല്ല. ഈ ഹിന്ദിയില് കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് അടുത്ത സീസണുകളായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പം മലയാളം ഇപ്പം 6ാമത്തെ സീസൺ എത്തിയതേ ഉള്ളൂ. അപ്പം വരും കാലത്ത് വരും വർഷങ്ങളിൽ ഓൾറെഡി വന്നിട്ടുള്ള ഈ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഇനിയും വന്ന് കഴിഞ്ഞാൽ ഇത്രയും ഉള്ളതിൽ ഈ 5 സീസണില് ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഈ വിന്നേഴ്സ് ഒന്നും വരൂലല്ലോ. വിന്നേഴ്സ് വരുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി പോലും വിന്നേഴ്സിനെ കൊണ്ടുവരില്ല. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രജിത് സാറ് അല്ലെ, വിൻ ചെയ്യാത്ത ആൾക്കാർ വരണം. റിയാസ്, അതേപോലെ രഞ്ജിനി, അതുപോലെ സീസൺ 2-ൽ നെഗറ്റീവായ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അവരൊക്കെ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടാണ്. എന്നാൽ അവരൊക്കെ ബോൾഡായിട്ട് നിന്ന് റിയലായിട്ട് അവർക്ക് ഗെയിമിന്റെ കാര്യം അവർ ചിന്തിക്കാതെ നിന്ന് പറഞ്ഞു. അപ്പം സീസൺ 2-ൽ കുറെ പേര് വരണം, കുറച്ച് പേരൊക്കെ വരണം എന്നുണ്ട് എനിക്ക്. കാര്യം അവർക്ക് ഗെയിം കളിക്കാൻ പറ്റിയിട്ടില്ല. 3-ൽ ഓൾമോസ്റ്റ് എല്ലാവരും കളിച്ച ആൾക്കാരാണ്. ഇപ്പൊ കിടിലമാണെങ്കിൽ എല്ലാവരും കളിച്ചു. എന്നാൽ അവരൊക്കെ ഒന്നും കൂടെ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ രജിത് സാറ്, റിയാസ്, നമ്മുടെ ജാസ്മിൻ, രഞ്ജിനി ഹരിദാസ്, റോബിൻ വരണമെന്നുണ്ടോ? റോബിൻ എനിക്കറിയത്തില്ല ഇനിയും കൊണ്ടുവരുമോ എന്നുള്ളത്. വരണമെങ്കിൽ അറിയത്തില്ലടാ. വരണമെങ്കിൽ വേറെ ലെവലായിരിക്കും. എല്ലാരും കൂടെ നല്ല രസമായിരിക്കും. അതെ റിനോഷിനെ കൂടെ കൊണ്ടുവരണം തോന്നിയായിരുന്നു. റിനോഷ്, അതെ ശരി, താങ്ക് യു പറഞ്ഞത്. റിനോഷിന് ഭയങ്കര ഒരു അൺലക്കി ആയിരുന്നു. റിനോഷ് വരണം എന്നുണ്ട്. എന്തായാലും നമ്മൾ കുറെ കാത്തിരുന്നിട്ട് അടുത്ത സീസൺ തുടങ്ങാറായി. മെന്റലി ഫിസിക്കലി നിങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കാന്ന് മനസ്സിലായി. ഇസക്കുട്ടി പ്രിപ്പയർഡ് അല്ലേ? ആണോ? ബിഗ് ബോസ് വരുമ്പോ തുടങ്ങുമ്പോ കാണില്ലേ? കാണുവോ? ഉറപ്പായിട്ടും ലാലേട്ടനെ കാണുവോ? ലാലേട്ടന്റെ പ്രൊമോ ഒക്കെ കണ്ടില്ലേ? മുമ്പേ കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. കണ്ടായിരുന്നു. അമ്മ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നോ? കണ്ടില്ലയോ? അമ്മ വീഡിയോ ചെയ്തില്ലേ?
ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഈ പലർക്കും ബിഗ് ബോസ് എന്ന ഷോയുടെ അടുത്ത് ഒരു ചെറിയ പുച്ഛമുണ്ട്. ഇപ്പൊ കുറെ പേര്, ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുള്ള ആള് തന്നെ. എന്റെ അടുത്താണെങ്കിലും കുറെ പേര് പറഞ്ഞിട്ടുള്ള എന്തിനാ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പലർക്കും അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? അവരായിരിക്കും ഒളിഞ്ഞു നിന്ന് കാണുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ കാണിച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ പിന്നെ ബിഗ് ബോസിന്റെ ഫാൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. കാര്യം എല്ലാവരും, ചില ആൾക്കാരുണ്ട് അവർക്ക് കാണാൻ താല്പര്യമില്ല, കാണണ്ട. പക്ഷെ ഈ കണ്ടിട്ടും കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാണുന്ന ആൾക്കാരെ കുറ്റം പറയും, അതാണ് പ്രശ്നം. അതാണ് കാണുന്ന ആൾക്കാര്. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു സീരിയൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല. ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടും ഞാനിരുന്ന് ഇതൊക്കെ എന്തിനായിരുന്നു കാണണമെന്ന് കണ്ടോണ്ടിരുന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കാണുന്നവരെ അവര് കാണട്ടെ, ബിഗ് ബോസ് കാണട്ടെ, കാണാനുള്ളവർ കാണട്ടെ, ഇല്ലാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. കാണാത്തവർ എനിക്കൊന്ന് വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം ഈ പ്രോഗ്രാം, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇല്ല. അതെ. അപ്പൊ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുന്നത് എന്തോന്ന് ബഹളം അവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. എന്തോന്ന് അവിടെ വഴക്കെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ചില ഭാര്യമാര് കാണും, ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് എന്നെ വന്നിട്ട് രേവതി എന്റെ ചേട്ടനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല കേട്ടാ, എന്നാലും ചേട്ടൻ വന്ന് ഇരിക്കും സൈഡില്, ഇരിക്കും. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. എല്ലാരും കാണും, കുറച്ചുപേര് കാണില്ല, കാണണ്ട, അത്രേ ഉള്ളൂ. എന്തായാലും ബിഗ് ബോസ് തുടങ്ങാറായി. റിവ്യൂസിന് വേണ്ടി ഞാനും ഓഡിയൻസും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ക്യാമറയുടെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ളവരെന്തായാലും ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പം അടുത്ത പ്രൊമോ ഒക്കെ ഇറങ്ങുമ്പം അതിന്റെയും വീഡിയോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ, ഈ ലോഞ്ചിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും, ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.